കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്രമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്. നികുതി പിരിവിൽ പരാജയമായതും സംസ്ഥാനത്തിന്റെ ധൂർത്തും പ്രതിസന്ധിക്ക് കാരണമായി. സർക്കാരിന് തങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നുവെന്നും അവയൊന്നും ചെവികൊണ്ടില്ലെന്നും സതീശൻ ആരോപിച്ചു. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണെന്നും അതിനെ പിന്തുണക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡൽഹി സമരം തട്ടിപ്പാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 7.5 വർഷം കേന്ദ്രത്തിനെതിരെ മിണ്ടിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടുവിറക്കുന്നു. ധനപ്രതിസന്ധിക്ക് കാരണം അഴിമതിയാണ്, കണ്ടിട്ട് സമരമാണോ എന്ന് പോലും സംശയമാണ്, ചെന്നിത്തല പറഞ്ഞു. കർണാടകത്തിന്റെ സമരം വ്യത്യസ്ത സമരം, രണ്ട് സമരവും തമ്മിൽ താരതമ്യം ചെയ്യാനാകില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ UDF ആണ് മുൻപന്തിയിൽ, രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് MP-മാരെ അവഗണിക്കുന്നത്. MP-മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചില്ല. ധനകാര്യമന്ത്രി ആദ്യം അഴിമതിയും ധൂർത്തും അവസാനിപ്പിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. അതേസമയം ഡൽഹിയിൽ സർക്കാർ നടത്തുന്നത് സമരമല്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. നവകേരള സദസ്സിന് പ്രതിപക്ഷത്തിനെ ക്ഷണിച്ചത് പോലെയാണ് ഡൽഹിയിലേക്ക് ക്ഷണിച്ചത്. കർണാടക സമരം ന്യായമാണെന്നും MM ഹസൻ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നികുതി പിരിക്കുന്നതിൽ സർക്കാർ അലസത കാട്ടി. നികുതി കൃത്യമായി പിരിച്ചിരുന്നുവെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്ന് പറഞ്ഞ ഹസൻ പ്രതിപക്ഷത്തെ സമരത്തിന് ക്ഷണിച്ചത് കല്യാണത്തിന് വിളിക്കുന്നത് പോലെയാണെന്നും പരിഹസിച്ചു. സമരത്തിന് വരുന്നുണ്ടെങ്കിൽ വരാം എന്നായിരുന്നു നിലപാട്. കേന്ദ്രത്തെ വിമർശിക്കുന്നതിനേക്കാൾ പ്രതിപക്ഷത്തെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശിക്കുന്നതെന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ മാത്രമല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് V.T. സതീശന്റെയും അഭിപ്രായം. സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നും അതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണ് ഡൽഹി സമരമെന്നും സതീശൻ ആരോപിച്ചു. കർണാടക സർക്കാർ നടത്തുന്നത് വേറെ ഒരു സമരമാണ്, അതിനെ കേരളത്തിലെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. സർക്കാരിന്റെ ഡൽഹിയിലെ സമരം തട്ടിപ്പാണെന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് നടക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കണ്ട് മുഖ്യമന്ത്രിക്ക് മുട്ടുവിറക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി. രാഷ്ട്രീയ സമരത്തിന് മുഖ്യമന്ത്രി നിർബന്ധിതരായി. തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. ഇത് കേരള ജനത തള്ളിക്കളയുമെന്നും ചെന്നിത്തല പറഞ്ഞു. ആത്മാഭിമാനമുള്ള ആരും ഡൽഹി സമരത്തിൽ പങ്കെടുക്കില്ലെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ആയുധമായി കേന്ദ്ര വിരുദ്ധ സമരത്തെ വിനിയോഗിക്കുകയാണെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.